ഇത് വേളാങ്കണ്ണിയിൽ ഞങ്ങളുടെ 2ാം ദിവസം ഏപ്രിൽ 1-ാം തീയതിയാണ് കേട്ടോ. ഇന്ന് ഡോർഫിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ഡോർഫിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് വേളാങ്കണ്ണിയിലാവണത്. സാധാരണ ഞങ്ങൾ ഈ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേളാങ്കണ്ണിയിൽ പോകാറുണ്ടെങ്കിലും അത് മിക്കവാറും ഈ ഒരു ഡേറ്റ് ആവാറില്ല. പക്ഷേ ഇത് 1-ാം തീയതി തന്നെ ഞങ്ങൾ വേളാങ്കണ്ണിയിലാണ്. പണ്ടൊക്കെ ഏപ്രിൽ ഫുള്ളിന് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിഡ്ഢികളാക്കുക അല്ലെ പറ്റിക്കുക, അങ്ങനെയുള്ള കുറേ എന്തുമാത്രം അതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ ഒരുപാട് അത് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റുള്ളവരെ വിളിച്ച് പറ്റിക്കുക. വീട്ടിൽ ആദ്യമായിട്ട് ഫോൺ കിട്ടിയ സമയത്ത്, ലാൻഡ് ലൈൻ കിട്ടിയപ്പോൾ കുറച്ച് കോൾസ് ഫ്രീ ഉണ്ടാവുമല്ലോ നമ്മൾക്ക്. അപ്പം അതിനൊക്കെ മറ്റുള്ളവരെ വിളിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും തമാശകൾ പറ്റിക്കുക, അങ്ങനെയൊക്കെ ഒരുപാടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അതാരും ഏപ്രിൽ ഫൂൾ അങ്ങനെ പരസ്പരം പറ്റിക്കുന്നതോ വിളിക്കുന്നതോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇപ്പം ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ ആ ഏപ്രിൽ ഫൂളിന് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് തന്നെ അതുങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അന്നത്തെ ദിവസവും ഞങ്ങൾ 9 മണിക്കുള്ള മലയാളം കുർബാനയ്ക്ക് പോയി. ഈ മോർണിംഗ് സ്റ്റാറിൽ കുർബാന കൂടുമ്പോഴെന്ന് പറഞ്ഞാലേ അവിടെ ആവശ്യത്തിന് സ്പീക്കറുണ്ട്, എന്നാൽ പോലും നമ്മൾക്ക് അച്ഛൻ പറയുന്നത് അത്ര ക്ലിയർ ആവില്ല കേട്ടോ. ആ സെൻറ്ററിൽ പോയി നിന്നാലാണ് ശരിക്കും ക്ലിയർ ആവുക. സൈഡിലേക്ക് സ്പീക്കറുണ്ട്, അത് ചില സമയത്ത് അവർ ഓണാക്കാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല, അതങ്ങനെ ക്ലിയർ ആവില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച നെസ്റ്റ് ഇൻ കേട്ടോ. നമ്മളതിൻ്റെ നമ്പറും മറ്റു കാര്യങ്ങളും ഒക്കെ ഇത് മാത്രമായിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്, നമ്മളുടെ ചാനലിലെ സി വി തെൽസ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ ഇവിടെ റൂം എടുക്കാം, നല്ലതാണ്. നമ്മൾക്ക് വളരെ നീറ്റാണ്, അത്ര വലിയ കത്തി റേറ്റൊന്നുമില്ല. ഈ നെസ്റ്റിൻ്റെ ലാലി ചേച്ചിക്കൊക്കെ നമ്മൾക്ക് ഒരുപാട് പേരായിട്ടൊക്കെ വേളാങ്കണ്ണി പോണവരുണ്ടാവുമല്ലോ, 1-2 ഫാമിലി ആയിട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ അവർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം, അതായത് ഫുഡൊക്കെ അവിടെ തന്നെ വെച്ച് കഴിക്കാം, അങ്ങനെ ഒരു സംവിധാനം കൂടിയുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാൻ മോളേന്ന് പറഞ്ഞ് ചേച്ചി ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ അന്നേരം ഉണ്ടായിരുന്ന ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് തന്നെയുള്ള ആൾക്കാരായിരുന്നു. നമ്മള് പള്ളിയിലോട്ട് നടന്നു പോവാണെ, കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അപ്പൊ അതുകൊണ്ട് പള്ളിയിലോട്ട് പോവാം. പണ്ടൊക്കെ വെച്ചാൽ വേളാങ്കണ്ണിയിലെ ചൂട് ഇങ്ങനെ വെയിലത്തിറങ്ങി നടക്കാനൊക്കെ ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ട് തോന്നൂലേ? അപ്പൊ അങ്ങനെ തോന്നണ്ട. നമ്മുടെ അവിടുത്തെ ചൂടിന് ഭയങ്കര ചൂട് മാത്രമേ ഉണ്ടാവും, കാറ്റുണ്ടാവില്ലല്ലോ. അവിടെ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് വെയിൽ അറിയുന്നൊന്നുമില്ല കേട്ടോ. ശക്തമായ വെയിലാണ്, പക്ഷെ നമുക്കിപ്പോ സഹിക്കാനൊക്കെ പറ്റുന്നുണ്ട്. മുറി ബുക്ക് ചെയ്യാതെ വരുന്നവർക്ക് നമ്മുടെ പള്ളി വക റൂം ബുക്ക് ചെയ്യാനുള്ള ഓഫീസാണിത്. ഇത് വേളാങ്കണ്ണിയിലെ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ. അപ്പോൾ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ മുറി ബുക്ക് ചെയ്യാം. പള്ളിവക മുറിക്ക് വലിയ റേറ്റൊന്നും കാണത്തില്ല. എനിക്ക് തോന്നുന്നത് അതൊരു 500 അങ്ങനെയൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും. AC റൂമിനല്ല കേട്ടോ, AC റൂമിന് പുറത്തുള്ള ഒരു റേറ്റ് തന്നെയാണെന്നാണ് ഒരു തവണ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് കുട്ടികൾക്ക് ആവശ്യമായ കുറച്ച് സ്ലൈഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തലേ ദിവസം തന്നെ വാങ്ങിച്ചിരുന്നു, ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അപ്പോഴാണ് പിറ്റേ ദിവസം മമ്മിക്ക് കത്തി വേണമെന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ ഇരുമ്പിൻ്റെ കത്തിയാണ് മമ്മിക്ക് വേണ്ടിയിരുന്നത്. ഇരുമ്പിൻ്റെ കത്തി അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയില്ല. സ്റ്റീലിൻ്റെ കത്തി നല്ല കത്തിയാണ്, വലിയ വിലയൊന്നും അവിടെ ഇല്ല. എന്നാൽ പോലും മമ്മിക്ക് പിന്നെ സ്റ്റീൽ കത്തി ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് വാങ്ങി, ഇരുമ്പിൻ്റെ കത്തി വാങ്ങി. ഇവിടെ ഒരു ATM ഉണ്ട്. ATM ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ കാണിച്ച ആ ചാപ്പലുണ്ടല്ലോ, ഈ ചാപ്പൽ നമ്മുടെ മെയിൻ പള്ളിയുടെ തൊട്ട് മുന്നിലുള്ള ചാപ്പൽ, അതിൻ്റെ ചാപ്പലിൻ്റെ ഫ്രണ്ടിലായിട്ട് ATM ഉണ്ട്. അതുപോലെ മെയിൻ പള്ളിയുടെ മുന്നിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡും ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് റൂമിലേക്ക് ഇനി ഓട്ടോ ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചേട്ടൻ കേട്ടോ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ താമസിച്ചത്, ഇത്തവണ നമുക്ക് റൂം റെഡിയാക്കുന്നത്. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞു ഷാജി പുളിമുട്ടിൽ, അങ്കമാലി. ചേട്ടന്റെ നമ്പറൊക്കെ നമുക്ക് താഴെ ഇടക്കാം. ഇവിടെയാണ്, അതായത് ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷൻ അടുത്തും ബീച്ചിന്റെ അടുത്ത് നമുക്ക് റൂമുണ്ട്. മോർണിംഗ് സ്റ്റാർ കൊണ്ട് പെൻഡിലുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും റൂമുണ്ട്. എവിടെ വേണമെങ്കിൽ നമ്മൾ റൂം കൊടുക്കും, റേറ്റും കൊടുക്കും. അത് അടിപൊളിയാണ് കേട്ടോ, നീറ്റാണ്. നമുക്ക് വീട്ടിൽ നിൽക്കുന്ന പോലെ നിൽക്കാം, അടിപൊളിയാണ്. ഞങ്ങൾ ഉച്ചക്കത്തേക്ക് ഊണ് അച്ചായൻസിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് കേട്ടോ. അയലക്കറിയും ഊണുമാണ് വാങ്ങിച്ചത്. 2 ഊണ് വാങ്ങിച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് 5 പേർക്കും കൂടെ കഴിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അത്രയും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, റൈസ് ആണെങ്കിലും കറി ആണെങ്കിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ എന്നോട് ചിലരൊക്കെ ചോദിച്ചായിരുന്നു, നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണോ ഇത് പോയത്, വേളാങ്കണ്ണിയിൽ പോയത് എന്നൊക്കെ പറഞ്ഞ് ചിലർ കമൻ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് ഫുഡ് കഴിക്കാതെ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണം, അതും നല്ല ഫുഡ് തന്നെ വാങ്ങിച്ച് കഴിക്കണം.
ഇപ്പം ഞങ്ങൾ ഡോർഫിനും ഞാനും മാത്രമേ ഉള്ളെങ്കിൽ നമ്മളങ്ങനെ എന്താ പറയുക അത്ര ഇപ്പം നമ്മൾക്ക് തമിഴ് ഫുഡാണെങ്കിലും കുഴപ്പമില്ല, അല്ല അവരുടെ റൈസ് ആണെങ്കിലും കറികളാണെങ്കിലും ഒന്നും നമുക്ക് കുഴപ്പമില്ല, നമ്മളതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ കുട്ടികൾക്ക് അതൊന്നും ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചും കൂടെ റെസ്റ്റ് ചെയ്തിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തു. അതിനുശേഷം രാത്രിത്തേക്കും നമ്മൾ ട്രെയിനിലിരുന്ന് കഴിക്കണമല്ലോ. അപ്പം നമ്മൾക്ക് നമ്മളുടെ നാഗപട്ടണം സ്റ്റേഷനുണ്ടല്ലോ, നാഗപട്ടണം സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന ബിരിയാണി, അത് നല്ല ടേസ്റ്റ് ബിരിയാണിയാണ്, നല്ല ടേസ്റ്റാണ്. അത് സാധാരണ ഞങ്ങൾ അതാണ് വാങ്ങിച്ച് കഴിക്കുക രാത്രി ട്രെയിനിൽ കഴിക്കുമ്പോൾ. പക്ഷേ ഇത്തവണ ഞങ്ങൾ അതും അച്ചായൻസിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ബിരിയാണി രാത്രി കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം പിള്ളേർക്കൊന്നും താല്പര്യമില്ല, ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അച്ചായൻസിൽ നിന്നാണ് ഫുഡ് രാത്രിത്തേക്ക് വാങ്ങിച്ചത്. അവിടെ നമുക്ക് കഴിക്കാനുള്ള പേപ്പർ പ്ലേറ്റ് അടക്കം തന്നു. നല്ലൊരു സർവീസായിരുന്നു. അപ്പോൾ 4:40 ട്രെയിൻ. ഞങ്ങളൊരു 3:15 നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്തിറങ്ങി നേരെ പോയത് നമ്മുടെ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ. അവിടെ പോയി നമ്മൾ കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ 3:30 ആകുമ്പോഴേക്കും തന്നെ ട്രെയിൻ അവിടെ വരും. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും എമ്മിക്കുട്ടിക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞു കേട്ടോ. മാങ്ങ വേണമെന്ന് പറഞ്ഞു. എത്രയാ നോക്കി? സ്ഥിരമുള്ള പരിപാടിയാണ് എമ്മിക്കുട്ടിക്ക് മാങ്ങ കാണുമ്പോൾ മാങ്ങ വേണം, അതിനകത്ത് കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടവർ തരുമല്ലോ, അപ്പോൾ അത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഈ അമ്മച്ചി ഉണ്ടല്ലോ, ഈ അവിടെ ഇരിക്കുന്ന ആ അമ്മ, അവർ സ്ഥിരം അവിടെ ഉണ്ടാവുന്നതാണ്. അപ്പം അവരുടെ അടുത്ത് നല്ല വേവിച്ച കപ്പലണ്ടി ഉണ്ടാവും, തൊണ്ടോടുകൂടി വേവിച്ച കപ്പലണ്ടി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും അതും ആ അമ്മയുടെ അടുത്തുനിന്ന് ഒരു പൊതി വാങ്ങിച്ചു. എമ്മിക്കുട്ടി ആ മാങ്ങ മുഴുവൻ ഒറ്റയ്ക്ക് തിന്നാനായിട്ട് ആളെ കൊണ്ട് പറ്റൂല, എന്നാലും പരമാവധി അങ്ങേര് തിന്നു, അവൾ മുഴുവൻ തന്നെ തിന്നു. അത് 1-2 പീസ് കളഞ്ഞെന്ന് തോന്നുന്നു. പച്ച മാങ്ങയാണ് കേട്ടോ, അത്ര മൂത്ത മാങ്ങയാണെന്ന് പറയാനും പറ്റത്തില്ല. അപ്പം അവൾക്ക് എന്തായാലും അത് വലിയ ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും കപ്പലണ്ടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കപ്പലണ്ടിയൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ ഈ സമയത്ത് തന്നെ നമ്മുടെ വേളാങ്കണ്ണിയിൽ നിന്ന് നാഗപട്ടണത്തേക്ക് പോകാനുള്ള പാസഞ്ചർ ട്രെയിൻ ഉണ്ടാവും. നമുക്ക് സ്റ്റേഷനിൽ കയറി ടിക്കറ്റ് എടുക്കാം. പാസഞ്ചർ ട്രെയിനിൻ്റെ റേറ്റൊക്കെ കുറച്ചിട്ടുണ്ട്. ഒരാൾക്ക് 10 രൂപയേ ഉള്ളൂ, നേരത്തെ 30 രൂപയായിരുന്നല്ലോ. അപ്പം ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ട്രെയിനിൽ കയറി സ്വസ്ഥമായിട്ടിരിക്കാം. 4:40 ആകുമ്പോൾ ഈ ട്രെയിൻ അങ്ങ് വിടും. അപ്പം 4:40 ആകുമ്പോഴേക്കും ട്രെയിൻ നിറയും ചെയ്യും കേട്ടോ. വേളാങ്കണ്ണിയിൽ നിന്ന് നാഗപട്ടണത്തേക്ക് വരാനുള്ളവരെല്ലാം വന്ന് ട്രെയിൻ ഫുള്ളാവും. എന്നിട്ട് നമ്മളുടെ ട്രെയിൻ നാഗപട്ടണത്ത് എത്തുമ്പോഴേക്കും അവിടെ നമുക്ക് നാഗപട്ടണത്ത് നിന്ന് എറണാകുളത്തേക്ക് പോരാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അത് 5:05 ആകുമ്പോഴേക്കും വരും. അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ നമ്മളുടെ സീറ്റിൽ ഒട്ടും ഭയങ്കര മോശമായിട്ടുള്ള കോച്ചായിരുന്നു കേട്ടോ ഇത്തവണ ഉണ്ടായിരുന്നത്. നമ്മൾ കയറിയത് അതിൻ്റെ സീറ്റിലൊക്കെ മുഴുവൻ പൊടിയായിരുന്നു. അതുപോലെ തന്നെ താഴെയൊക്കെ അഴുക്കായിരുന്നു. അതിൻ്റെ ബേർത്തിൻ്റെ അടിഭാഗവും ഒക്കെ വളരെ മോശം ഒരു ഇതായിരുന്നു, കോച്ചായിരുന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം. പിന്നെ രാത്രി ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഫുഡ് കഴിച്ചു. പിന്നെ ഇത്തവണ ട്രെയിനിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. താഴെ സീറ്റിലുണ്ടായിരുന്ന ഒരു ഏജ്ഡ് ആയിട്ടുള്ള 2 പേരായിരുന്നു ലോ ബെർത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ വന്നപ്പോഴേ തന്നെ കിടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ പിള്ളേർക്ക് ഇരിക്കാൻ പറ്റാതായി. എല്ലാവരും മേളിൽ കയറിയിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് എങ്ങനെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ളൊരു മൈൻഡായിപ്പോയി ഇത്തവണ. അങ്ങനെ രാത്രി ഫുഡൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി. ഭയങ്കര ചൂടായിരുന്നു. പിന്നെ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ സൗത്തിലെത്തി. ഞങ്ങൾ എഴുപുന്നേക്ക് പോരുന്നതുകൊണ്ട് 7:50 ആകുമ്പോൾ എഴുപുന്നയിലേക്കുള്ള ട്രെയിൻ എറണാകുളം സൗത്തിൽ നിന്ന് എടുക്കുന്ന ട്രെയിനുണ്ട്. അപ്പം ആ ട്രെയിൻ നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ അതൊരു മെമു ആണ്. ഞങ്ങൾ ആ ട്രെയിനിൽ കയറി നേരെ നമ്മൾ വീട്ടിൽ വന്ന് ഇറങ്ങി. 8:30 ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തി. അപ്പം മെമുവിൽ കയറി ഇരുന്നതിന് ശേഷം പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു. കുറേ നേരം ഈ ട്രെയിൻ എവിടെയാണ് ഇട്ടേക്കുന്നതെന്നും അറിയാതെ നമ്മൾ കൺഫ്യൂസ്ഡായി നിന്നു. കാരണം അവർ പറഞ്ഞത് പ്ലാറ്റ്ഫോം പിടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പിന്നീട് കണ്ടുപിടിച്ചു ട്രെയിൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും സേഫായി സുഖമായി നമ്മൾ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഫ്രഷ് ആവണം, ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെ കഴിക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ വിശേഷങ്ങളും ഇനി തുടങ്ങുന്ന വിശേഷങ്ങളെല്ലാം നമ്മുടെ ഈ ലൈക്ക് ബോഗൻവില്ല എന്ന് പറയുന്ന ചാനലിൽ വരും. ഇവിടെ കളിക്കുന്ന കളിയുണ്ടോ? അപ്പോൾ നമ്മുടെ ചാനലിൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാം. ശരി, ബൈ.